ഹലോ നമസ്കാരം. ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയം വരുന്നത്. തൈമാസത്തിൽ വരുന്ന പൂയം നക്ഷത്രവും പൗർണമിയും ഒന്നിച്ചു വരുമ്പോഴാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത്. തൈപ്പൂയ ദിവസം നമ്മൾ ചെയ്യുന്ന പൂജകൾക്കും നാമജപത്തിനും 1000 മടങ്ങ് ശക്തിയുണ്ട്. സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം നേടാൻ നമ്മൾ അന്നത്തെ ഒരു ദിവസം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സുബ്രഹ്മണ്യസ്വാമിക്ക് സമർപ്പിക്കപ്പെട്ട ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് തൈപ്പൂയം. മനോധൈര്യവും ആത്മവിശ്വാസവും മുരുകൻ എന്ന വിജയത്തിൻ്റെ ദേവനാണ്. തൈപ്പൂസ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭയത്തിൽ നിന്നും മുക്തി ലഭിക്കാനും മനസ്സുറപ്പും ആത്മവിശ്വാസവും വർദ്ധിക്കും. മുൻകാലങ്ങളിൽ ചെയ്തുള്ള തെറ്റുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ഈ വ്രതം സഹായിക്കും. കുടുംബത്തിൻ്റെ ഐശ്വര്യം വരാനും മാറാരോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും ഭക്തർ തൈപ്പൂയം വ്രതം എടുക്കുന്നു. തടസ്സങ്ങൾ നീങ്ങി എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കും. തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യസ്വാമിയായ തൻ്റെ അമ്മയായ പാർവതി ദേവിയിൽ നിന്ന് അസുര നിഗ്രഹത്തിനായി ശക്തിവേൽ സ്വീകരിച്ചു എന്നൊരു പുരാണം കൂടിയുണ്ട്. തൈപ്പൂസ ദിവസത്തെ പൂജകളും വ്രതരീതികളും പറ്റിയാണ് പറയുന്നത്. തൈപ്പൂസത്തിന് മുന്നോടിയായി മാലയിട്ട് വ്രതം തുടങ്ങുന്നവരുമുണ്ട്. അന്നേ ദിവസം പുലർച്ചെ കുളിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കാം. വീട്ടിൽ സുബ്രഹ്മണ്യസ്വാമി ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി മഞ്ഞൾ, ചന്ദനം, പൂക്കൾ, പ്രത്യേകിച്ച് ചുവന്ന അലരിപ്പൂ എന്നിവ പൂജിക്കുക. നൈവേദ്യം, പാൽ, പഞ്ചാമൃതം, കൽക്കണ്ടം, പഴങ്ങൾ എന്നിവ വഴിപാടായി സമർപ്പിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് പാലഭിഷേകം. വീട്ടിലിരുന്ന് നമുക്ക് ഓം ശരവണഭവ എന്ന മന്ത്രവും ജപിക്കാവുന്നതാണ്. തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ പോയി പാൽക്കാവടി എടുക്കുന്നതും പാദയാത്ര വഴി മുരുകനെ ദർശിക്കുന്നതും അഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. നിങ്ങളും അമ്പലങ്ങളിൽ പോയി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരിക. എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും ഉണ്ടാകട്ടെ. ഓം ശരവണഭവ.